നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോസ്റ്റലിൽ ചേർത്ത് 5-ാം നാൾ 5 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങി ബീഹാർ. ജഹാനാബാദിലെ ഒരു സ്വകാര്യ ഗുരുകുലം സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാനായി മാതാപിതാക്കൾ കൊണ്ടുവിട്ട കുരുന്നിനെയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനാണ് ഇത്തരത്തിൽ ഒരു വളരെ ക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. കുട്ടിയുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്ത നിലയിലായിരുന്നു. കഴുത്തറുത്തതിന് പുറമെ ശരീരമാസകലം മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1-നാണ് 5 വയസ്സുകാരനെ മാതാപിതാക്കൾ ഹോസ്റ്റലിലാക്കിയത്. ഏപ്രിൽ 6-ന് പുലർച്ചെ 5:20-ഓടെ സ്കൂൾ ഡയറക്ടർ വിളിച്ച് കുട്ടിക്ക് സുഖമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. പരിഭ്രാന്തനായി സ്വകാര്യ ആശുപത്രിയിലെത്തിയ അജയ് കുമാർ കണ്ടത് ICUവിൽ മരണത്തോട് മല്ലിടുന്ന മകനെയാണ്. കണ്ണുനീരോടെ ആ പിതാവ് പോലീസിനോട് പറഞ്ഞതിങ്ങനെ: കുട്ടിയുടെ കഴുത്തറുത്തിരുന്നു. ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. വയറിന്റെ ഇടതുഭാഗത്ത് കവിളിലും പുരികത്തിനും താഴെയായി ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. നില വഷളായതിനെ തുടർന്ന് പട്ടേൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സംഭവ ദിവസം രാത്രി സ്കൂൾ പ്രിൻസിപ്പൽ തന്റെ മുറിയിലേക്ക് ഉറങ്ങാനായി കൊണ്ടുപോയിരുന്നതായി ഋഷു മൊഴി നൽകിയിട്ടുണ്ട്. 1-ലധികം പേർ ചേർന്ന് കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചായാണ് കുടുംബം ആരോപിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പട്ന ഗയ ദേശീയപാത ഉപരോധിച്ചു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടും നടന്ന പ്രതിഷേധത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പാതയിൽ രൂപപ്പെട്ടത്. സംഭവത്തിൽ മുഖ്യപ്രതിയായ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂളിലെ അധ്യാപകരെയും 2 വനിതാ ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ വിട്ടയച്ചു. സെക്യൂരിറ്റി ഗാർഡിനെ ചോദ്യം ചെയ്തത് തുടരുകയാണ്. അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ പീഡനം, കൂട്ടബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 2012-ലെ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ സ്കൂൾ അധികൃതർ സീൽ ചെയ്തിരിക്കുകയാണ്. ഏതായാലും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ കുഞ്ഞ് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വെറും 5 ദിവസം മാത്രമാണ് ഈ കുഞ്ഞിനെ ആ ഗുരുകുലം വിദ്യാലയത്തിൽ ചെന്ന് ചേർത്തിട്ട് 5 ദിവസത്തിനിടയിൽ ആ കുഞ്ഞ് എത്രത്തോളം മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷി മരവിക്കുകയാണ്. ഏതായാലും ഇതിൽ കുറ്റക്കാരായിട്ടുള്ള പ്രതികൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം. കാരണം ഒരു തരത്തിലും ഇത് ചെറിയ ഇളവൊന്നും തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കാൻ പാടില്ല. കുട്ടിയുടെ മൃതദേഹവുമായിട്ട് റോഡിലടക്കം കുഞ്ഞിന്റെ മൃതദേഹം അച്ഛൻ കയ്യിൽ കോരിയെടുത്ത് കിടത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ കണ്ടു. അതിക്രൂരമായിട്ടാണ്. കുഞ്ഞിനൊരു തുണിയിലാണ് പൊതിഞ്ഞത്. അതിനിടയിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ സംഭവിച്ചിട്ടുള്ള മാരകമായിട്ടുള്ള മുറിവുകൾ അടക്കം പിതാവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയേറെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് കുഞ്ഞ് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യം.